ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസം കഴിയുകയാണ്. പ്രതികൾ എന്ന് പറയുന്നത് SFI നേതാക്കളും അതിലെ സഖാക്കളുമാണ്. അവരെ SFIയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. കേസ് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, എന്തായെന്ന് ആർക്കും ഒരു ഇതും കിട്ടില്ല. ഒരു മാസത്തിൽ മരണം നടന്നപ്പോൾ ഒരാഴ്ചയോളം മാധ്യമങ്ങൾക്ക് അറിയാൻ പറ്റി എന്തായിരുന്നു. താങ്കളുടെ കണ്ണിൽ പൊടിയിടാനും മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. CBI എന്ന് വരുന്നു ദൈവം തമ്പുരാന് പോലും അറിയില്ല. സിദ്ധാർത്ഥിന്റെ അച്ഛനെ താങ്കൾ ഇനി എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാല് താങ്കളിപ്പം പറഞ്ഞ കണക്ക് എല്ലാവരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞത് തന്നെ ഞാൻ കുറച്ച് വൈകി അറിഞ്ഞത്. ആ ഒരു പീക്ക് ടൈമിൽ എല്ലാവരും പ്രതിഷേധത്തിലോട്ട് നിന്ന സമയത്ത് ഇത് ഇലക്ഷൻ സമയത്ത് ഒന്ന് അടക്കി വെക്കണം, അതുകൊണ്ട് എല്ലാവരും അടക്കി വെച്ചു. എന്റെയും കുടുംബത്തിന്റെയും വായും കൂടെ മൂടി അടക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ CBI അന്വേഷണം പറഞ്ഞു വെച്ചത്. അന്വേഷണം ഇപ്പൊ നടന്നില്ല. ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കണ പോലീസ് അന്വേഷണം നടന്നില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതും നടന്നില്ല. എല്ലാം ഇപ്പം തേഞ്ഞുമായി പോയാണ്, തെളിവ് നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പറഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ, വേറെ ആരെയല്ല, എന്റെ കുടുംബത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് തന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ ഉറപ്പ് തന്നു, വേറെ ആരെടുത്തില്ല, നേരിട്ട് തന്നതാ. അല്ലാതെ ഞാനൊരു ദൂതൻ വഴിയോ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചോ തന്നതല്ല. ഒരു CBI അന്വേഷണം വരും, ശരി അന്വേഷണം തരാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അതിനെക്കുറിച്ച് ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ശരിക്കും ഞാൻ അതിന്റെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. വീട്ടിലോട്ട് തന്നെ പോയിട്ട് അത് പ്രതിഷേധത്തിലോട്ട് മഠത്തിലോട്ട് നടത്തും. അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കാനൊന്നുമല്ല, പ്രതിഷേധത്തിലോട്ട് അങ്ങനെ അദ്ദേഹത്തെ പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെയാണോ സ്വന്തമായിട്ടാണോ? ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളെയോ മതസംഘടനയോ ചാനലുകളോ അങ്ങനെ ഒരു പിന്തുണയോടെയല്ല. കാര്യം എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യത്തില് ഒരു രാഷ്ട്രീയമോ ഒരു മതസംഘടനയോ ഒരു ചായവോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും എന്നെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരുടെയും പിന്തുണയോടല്ല, ആരുടെയും പ്രേരണയിലല്ല ഞാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ കുടുംബത്തിന്റെ ഒരു തീരുമാനം. കുടുംബം ഇപ്പൊ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ കുടുംബം, എന്റെ കുടുംബം 4 പേരുണ്ടായിരുന്ന എന്റെ കുടുംബം 3 പേരെ ചുരുങ്ങി. 2 മക്കളും അച്ഛനും അമ്മയായിരുന്നു. എന്റെ ഒരു മക്കളെ ഈ SFI എന്നുള്ള ഒരു ആ ഭീകര സംഘടന കൊന്നു. അപ്പൊ ആ ഭീകര സംഘടനയും ഒന്ന് എന്താണ് അവരെ ഒതുക്കണമെങ്കിൽ ഒതുക്കുക, അത് അവരെ കാര്യം. പക്ഷെ അവർക്ക് നടപടി വേണം, ഈ ചെയ്തവർക്ക് എല്ലാവരും നടപടി വേണം. എല്ലാവരെയും അറസ്റ്റും ചെയ്യണം. കുറ്റവാളികളെ എന്തിനു മാറ്റി വയ്ക്കുന്നു, എല്ലാ ആവശ്യവും ഉന്നയിച്ചിട്ട് CBI അന്വേഷണം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ഈ ബാക്കിയുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡിലൊന്നും ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നില്ല? ആ പെൺകുട്ടികൾ എന്തിനു വെറുതെ വിടുന്നു? ആണിനും പെണ്ണിനും തുല്യ പരിഗണനയാണല്ലോ, തുല്യ നിയമമാണല്ലോ. മറ്റൊരു കാര്യം ചോട്ടെ, താങ്കൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഒരാളാണ് കേരള ഗവർണർ. ഇപ്പൊ ഈ കേസ് ഇങ്ങനെ ഒരു സ്റ്റോപ്പായി നിൽക്കുമ്പോൾ ഈ കേസിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് വേണ്ടി താങ്കൾ ഗവർണറെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും പോകും. കാരണം കേരള ഗവർണർ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്തുണ നൽകുന്നല്ല പറഞ്ഞത്. കാരണം കേരള ഗവർണർ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ കേരള ഗവർണർ ന്യായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് സമയം താങ്കൾക്ക് രാജ്ഭവൻ ചെല്ലാമെന്നൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും തന്നിട്ടുണ്ട്. ഈ ഒരു ഏത് സമയമൊന്നുമല്ല, ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും രാജ്ഭവനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല വെറുതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതായത് എന്റെ മകന്റെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റും, അല്ല കോണ്ടാക്ട് ചെയ്യാം, അദ്ദേഹത്തെ നമുക്ക് കാണാം എന്നല്ല, കോണ്ടാക്ട് ചെയ്യാം, സഹായം ചെയ്യാം. ഒരു കാരണവശാലും ഒന്നും ബുദ്ധിമുട്ടിക്കല്. പക്ഷെ അദ്ദേഹം ഇപ്പൊ തിരക്കിലാണ്. ഒരു കേരള ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല തിരക്കിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ടൈമിൽ നമ്മൾ നോക്കി നിൽക്കുക. എനിക്ക് അദ്ദേഹം എപ്പോഴാണ് അനുവദിക്കുന്ന ഒരു ടൈം ഉണ്ടാവും, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ചെന്ന് കണ്ടിട്ട് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കാര്യവും ഈ CBI എന്തുകൊണ്ട് ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പോലീസ് അന്വേഷണം നിർത്തിവെച്ചു. അദ്ദേഹം ഒരു ചാൻസലറും കൂടെയാണ്. അതുകൊണ്ട് അറിയാം അദ്ദേഹം അത് ഇടപെടും. അതെല്ലാം കൂടെ അദ്ദേഹത്തിനെ കണ്ടെന്ന് എനിക്ക് എന്റെ ആവലാതി അദ്ദേഹത്തിനോട് പറയണം. വരും ദിവസങ്ങളിൽ എന്തായാലും താങ്കളുടെ സമരം പ്രതീക്ഷിക്കാം മാധ്യമങ്ങൾക്ക്. തീർച്ചയായും ഉണ്ടാവും. കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം സർക്കാർ എല്ലാരും തലയിൽ കണ്ണിലും പൊടി ഇട്ടതൊക്കെ നിൽക്കുന്ന മാതിരി എനിക്കും അങ്ങനെ പൊടി ഇട്ടിക്കാൻ എനിക്ക് പറ്റില്ല, അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഞാൻ സമരം എന്ന് പറഞ്ഞാല് ഈ സാധാരണ സമരം മാത്രമായിരിക്കില്ല. എന്റെ മകൻ എങ്ങനെയാണ് അവിടെ അനുഭവിച്ചത് അതും കൂടെ ഉണ്ടോ, പക്ഷെ എനിക്കത് വിവരിക്കാൻ പറ്റില്ല.
എന്റെ മകൻ എങ്ങനെയാണ് അവിടുത്തെ കൊടിയ പീഡനം അനുഭവിച്ച സമയത്ത് അവന്റെ സ്റ്റേജ് എന്താണ്, അവന്റെ യൂണിഫോം എന്താണ്, അല്ല അവന്റെ ഡ്രസ്സ് എന്തായിരുന്നു, ഒരു ബന്ധം പോലും ഇല്ലാതെയാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് 3 ദിവസം വരെ. അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊടിയ പീഡനവും മാനസിക പീഡനവും അതേ കണക്കിന് തന്നെയായിരിക്കും ഞാൻ ആ ക്ലിപ്പ് ഹൗസിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ മുമ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ആ റോഡിൽ പോകുമ്പോൾ ഞാൻ ചെയ്യുന്നത്. അത് ഉറപ്പാണ്. അതിനെ കുറിച്ച് എനിക്ക് പിന്നെ വിവരിക്കാം. കഴിഞ്ഞാല് ഓക്കെ. അവൻ അനുഭവിച്ച പോലെ ഞങ്ങളുടെ അപ്പുറം എനിക്കൊരു മാനഹാനിയോ അല്ലെങ്കിൽ ഒരു വേദന എനിക്ക് വേറെ ഇല്ല. ഞാൻ അതേ കണക്കിന് പോകും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ ആ മന്ത്രിയുടെ വീട്ടിലൂടെ തന്നെ പോകും.